ജൂൺ 5 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ബോണിഫസ്, വിശുദ്ധ അഡലാർ, വിശുദ്ധ അപ്പോളോണിയസ്, വിശുദ്ധ മാർസിയൻ, വിശുദ്ധ നിക്കനോർ, വിശുദ്ധ ഫ്ലോറൻസിയൂസ്, വിശുദ്ധ ജൂലിയൻ, വിശുദ്ധ സിറിയാക്കൂസ്, വിശുദ്ധ മർസെലിനൂസ്, വിശുദ്ധ ഫൗസ്തീനൂസ്, വിശുദ്ധ സെനായിസ്, വിശുദ്ധ സിറിയ, വിശുദ്ധ വലേറിയ, വിശുദ്ധ മാർസിയ, ടയറിലെ വിശുദ്ധ ഡൊറോത്തേയൂസ്. വിശുദ്ധ ബോണിഫസ് 680-755 കാലഘട്ടത്തിലാണ് വിശുദ്ധ ബോണിഫസ് ജീവിച്ചിരുന്നത്. വിശുദ്ധ ബോണിഫസ് ഇംഗ്ലണ്ടിൽ ഡെവോൺഷെയറിൽ 680 ജനിച്ചു. വിൽഫ്രഡ് എന്നായിരുന്നു ജ്ഞാനസ്നാനനാമം. പരിശുദ്ധരായ സന്യാസികളുമായുള്ള സംസർഗം വിൽഫ്രഡിനെ ആ വഴിക്ക് തിരിച്ചു. 30-ാമത്തെ വയസ്സിൽ പുരോഹിതനായ വിൽഫ്രഡ് ആദ്യം ഫ്രീസിയയിലും പിന്നീട് ജർമ്മനിയിലും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ബവേറിയയിൽ വളരെ മാനസാന്തരങ്ങളുണ്ടായി. ഫ്രീസിയയിൽ 13 വർഷം ആർച്ച് ബിഷപ്പ് വിശുദ്ധ വില്ലബ്രാൻഡിനെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കുമെന്ന് ഭയന്ന് ഫാദർ വിൽഫ്രഡ് ജർമ്മനിയിലേക്ക് മടങ്ങി. അക്കാലത്ത് മാർപ്പാപ്പ ഫാദർ വിൽഫ്രഡിനെ റോമിലേക്ക് വിളിച്ചു. വിൽഫ്രഡിന്റെ വിജയത്തിൽ സന്തുഷ്ടനായ മാർപ്പാപ്പ 723 അദ്ദേഹത്തെ മെത്രാനായി അഭിഷേചിക്കുകയും ബോണിഫസ് എന്ന പേര് മാറ്റുകയും ചെയ്തു. ബിഷപ്പ് ഹെസ്സയിലേക്ക് തിരിച്ചു വന്ന് ജുപ്പിറ്ററിന് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ഓക്കുതടി വെട്ടിപ്പൊളിച്ച് ആ മരം കൊണ്ട് ഒരു പള്ളി പണിയിച്ചു. ഗ്രിഗറി ദ്വിതീയൻ, ഗ്രിഗറി തൃതീയൻ, സക്കറി എന്നീ 3 മാർപ്പാപ്പമാരുടെ കീഴിൽ ജോലി ചെയ്തു. എല്ലാവരും അദ്ദേഹത്തെ വിശുദ്ധനെ പോലെയാണ് കരുതിയിരുന്നത്. ഫ്രാൻസിലും ജർമ്മനിയിലും അദ്ദേഹം മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരുന്നു. പ്രസ്തുത സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും മാർപ്പാപ്പമാർ അനുവദിച്ചില്ല. 747 അദ്ദേഹത്തെ മെയിൻസ് ആർച്ച് ബിഷപ്പാക്കി. ഇംഗ്ലണ്ടിൽ നിന്നും കുറെ വൈദികരെ കൂടെ കൊണ്ടുവന്ന് മിഷൻ പ്രവർത്തനങ്ങൾ അദ്ദേഹം ത്വരിതപ്പെടുത്തി. അനന്തരം തീക്ഷ്ണതയുള്ള കുറെ കൂട്ടുകാരോടുകൂടി കിഴക്കൻ ഫ്രീസിയയുടെ ഉത്തരഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോകുകയും അനേകരെ അവിടെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. പെന്തക്കുസ്തായുടെ തലേ ദിവസം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനം നൽകാൻ ഒരു കൂടാരത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അവിശ്വാസികൾ ആയുധധാരികളായി ബോണിഫസിനെയും കൂട്ടരെയും വധിക്കാൻ വന്നു. ബോണിഫസിന്റെ ഭൃത്യന്മാർ അവരെ എതിർക്കാൻ വട്ടം കൂടിയെങ്കിലും മരണത്തെ പ്രസന്നമായി കാത്തിരിക്കാൻ അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ബോണിഫസും എവോബൻ എന്ന ബിഷപ്പും 3 വൈദികരും 3 ഡീക്കന്മാരും 4 സന്യാസികളും ഉൾപ്പെടെ 52 പേരെ വധിച്ചു. 755 ജൂൺ 5-ാം തീയതിയായിരുന്നു ഈ രക്തസാക്ഷിത്വം. വിശുദ്ധ ബോണിഫസ് ജർമ്മനിയുടെ അപ്പസ്തോലനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം. വിശുദ്ധ ബോണിഫസ് കാറ്റർബറി ആർച്ച് ബിഷപ്പ് കത്തുബർട്ടിന് എഴുതിയ വാക്കുകൾ സ്മരണീയമാണ്. കയ്പും കഷ്ടതയും നിറഞ്ഞ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് സമരം ചെയ്യാം. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ പരിശുദ്ധ നിയമങ്ങളെ പ്രതി അവരോടുകൂടെ നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് മരിക്കാം. നാം കുരയ്ക്കുന്ന നായ്ക്കളാകരുത്, ഉറങ്ങുന്ന കാവൽക്കാരും ആകരുത്, ചെന്നായി വരുമ്പോൾ പലായനം ചെയ്യുന്ന കൂലിക്കാരാകരുത്. പ്രത്യുത സൂക്ഷ്മതയുള്ള, ഉത്സാഹശീലമുള്ള, സമ്പന്നരും ദരിദ്രരുമായ എല്ലാ തരക്കാരോടും എല്ലാ പ്രായക്കാരോടും സ്ഥാനത്തും അസ്ഥാനത്തും സുവിശേഷം പ്രസംഗിക്കുന്ന ഇടയന്മാരാകണം. വിശുദ്ധനായ ബോണിഫസെ, ലോകത്ത് വിഷമങ്ങളും പീഡനങ്ങളും അവഗണനകളും അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.